കാണിച്ചു കൊടുത്ത മീന് എന്ത് മീനാണത്? തിലോപ്പി. തിലോപ്പി കരിമീനാണ്. എന്നെല്ലാരും പറയാം ഗേസ് കരിമീനാണെന്ന് പറയാം. എത്ര ഉണ്ട്? 1 കിലോ? 1 കിലോ ഉണ്ടാ? ആ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഒരു ഫിഷിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വന്ന് കുറച്ചധികം മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടലിൻ്റെ മേളിലേക്ക് കയറി നിന്നിട്ട് നല്ല ഷൂട്ട് ചെയ്യുന്ന നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു. ഒരു 14 കരിമീനും ഒരു 5 തിലോപ്പിയും കിട്ടുന്നൊരു വീഡിയോ ആയിരുന്നു നമ്മളത്. അത് നേരത്തെ അപ്ലോഡ് ചെയ്തായിരുന്നു നമ്മൾ. അപ്പോൾ അന്ന് നമ്മൾ ഫിഷിങ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് മീനൊക്കെ കൊടുത്തിട്ട് ചെന്നപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കറിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മീനെല്ലാം കൊടുത്തു. അപ്പോൾ കറിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രദീപച്ചനുണ്ടായിരുന്നു, അന്ന് കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു തീരെ. അപ്പോൾ പ്രദീപച്ചൻ്റെ ഫോണിലാണ് ആ വീഡിയോ ഒക്കെ എടുത്തത് നമ്മൾ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ 2-3 കരിമീൻ അടിക്കുന്ന ഷൂട്ട് ചെന്നിട്ട് നമ്മൾ വൈകിട്ട് വന്നപ്പോൾ കറിക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ 2-3 കരിമീൻ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്ന് ആ സ്പോട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ വീഡിയോയും ഇന്ന് നമ്മൾ ഫിഷിങ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ ഇന്ന് ലോഡ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുഞ്ഞുമില്ല, കുഞ്ഞിനെ സ്കൂളിലാക്കിയിട്ടാണ് പോകുന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഹെഡ് മൗണ്ടിൽ വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ സിംഗിൾ റബ്ബർ കഴിഞ്ഞ ദിവസം പൊട്ടിപ്പോയിട്ട് പുതിയത് ഇന്നിപ്പോൾ കെട്ടിയിട്ട് എടുത്ത് വെക്കണം കേട്ടോ പുതിയത്. അതുപോലെ തന്നെ HY B30 റീല് നമ്മുടെ ഈ ഒരു ഡാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡീപ്പ് ഡാർട്ടാണ്. അതിൻ്റെ ലോക്ക് പിന്ന് മാറ്റിയിട്ട് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം കരിമീനെ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ് ചെയ്ത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവൻ നൂലിലൊന്നും കിടന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഊരിപ്പോകുന്നില്ല. അപ്പോൾ ഇതിട്ടിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഡാർട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കൊരു 2-3 ജസ്റ്റ് ഞാൻ വന്ന് വെള്ളം കലക്കലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയപ്പോൾ ആദ്യം ക്യാമറ ഒന്നും വെക്കാണ്ട് 2-3 തിലോപ്പി പിന്നെ ഒരു 2-3 കരിമീനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള ഷൂട്ട് ക്യാമറ വെച്ചിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയും കൂടി ആയിരിക്കും നമ്മുടെ ഇതിൽ ആഡിങ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഫിഷിംഗ് ഒന്ന് നോക്കാം. ഓക്കെ, കുഞ്ഞുവിട്ട് നോട്ടാ ഒന്നും പോകരുത്. ഞാൻ വെള്ളത്തിൻ്റെ അരികിലേക്ക് പോകുന്നത് അവിടെ നിന്ന് ഓടി ഒന്ന് പൊക്കാനൊന്നും പറ്റിയെന്നില്ല വെള്ളത്തിന് ഞങ്ങൾക്ക്. ഇല്ല, അവിടെ നിൽക്കണം, ഞാൻ നിൽക്കണമല്ലേ അത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് നോക്കാം. കറക്റ്റ് ഷൂട്ടാണ്, നെറുകന്തല ഷൂട്ടായിരുന്നു. കണ്ടില്ല. ആ ഉണ്ടത് നെറുകന്തല ഷൂട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കറക്റ്റ് നെറുകന്തല കൂടെ കയറിത്തിരിക്കണേ കണ്ട. ആ നക്കം പോലില്ല, ഡാട്ട നൂലും ടൈറ്റോടെ ടൈറ്റ് ഇരിക്കണത് കണ്ട. അടിച്ചു നോക്കി കിട്ടിക്കാച്ച ഷൂട്ടാണ്. കാരണം നെറുകന്തല ഷൂട്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു, പക്ഷെ മീൻ അട്ടിക്കൊണ്ടതിൻ്റെ ഒരു ഫീലും കാണിക്കണില്ല. കിണ്ണം കാച്ച ഷൂട്ട്. അപ്പോൾ അതെ നമുക്ക് ആദ്യത്തെ മീനാട്ടോ ഇപ്പോൾ വന്നിട്ട് ആദ്യത്തെ മീൻ കിട്ടുക. പിന്നെ നമുക്ക് ഊരിയെടുക്കാം. എന്താ കുഞ്ഞൂസ് ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ. കുഞ്ഞൂസേ, ആ അതെ ഇവിടെ നമ്മൾ മീനെ കിട്ടിയിട്ടോ ആദ്യത്തെ കുഞ്ഞു മീൻ. അങ്ങോട്ട് എങ്ങനെ തന്നത്? ഇവിടെ അങ്ങോട്ട് വരാൻ പറ്റില്ല, അങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാം. നമ്മൾ കിറ്റ് കൊണ്ടുവന്നിട്ട് കിറ്റിനകത്ത് ഇന്ന് നമ്മൾ കോറമ്പലൊന്നും എടുക്കണില്ല കേട്ടോ. നമ്മൾ കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, കിറ്റിനകത്ത് ആക്കുക. അത് ഞാൻ കൊളുത്തിടാം. കുഞ്ഞാ നോക്കിക്കോട്ടെ, പെട്ടെന്നുള്ള ഷൂട്ടായിരിക്കും. ഇത്ര റിസ്കി ഷോട്ട് ചെയ്യണെന്ത് നോക്കി. ഇത്രയും ഗ്യാപ്പ് ഷോട്ടിൽ കൂടെ അടിച്ചിട്ട് കറക്റ്റായിട്ട് അതുപോലെ തന്നെ മീൻ ഇറക്കി അടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് ഗ്യാപ്പ് ഇതാണല്ലേ റിസ്കി ഷോട്ടിലാണ് നമ്മൾ. ഇതാണ് ഡാട്ട്, ഇട്ട ഡാട്ട് അവിടെ കുലിങ്ങി ഇതിലൂടെ കിടക്കട്ടെ. നമുക്ക് കോർമ്പലിൽ കോർത്തതിന് ശേഷം നമുക്ക് ഇതിനെ വള്ളി പിടിച്ച് ഒരു ഊരാ കൂടെ വലിച്ചാൽ മതി. അങ്ങനെ കോർത്തതിന് ശേഷം നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. അടിച്ചു വലുത് പോയി ചെറുതിനടിക്കാം. ആ ചെറുതിന് അതുണ്ടല്ലോ, അതിനുണ്ട്. ചെറുതിനൊക്കെ ഉണ്ടോ കേട്ടോ. ഇത് കുടുങ്ങിയാണ്. പോന്ന്
കുഞ്ഞത് അത്യാവശ്യം വലുത് ഉടക്കിയ കുടുങ്ങിപ്പോയോ ചാർത്ത് കുടുങ്ങിയതാണ് അല്ലാണ്ട് മീൻ കുടുങ്ങിയതല്ല. ഇറങ്ങണ ചാർത്ത് വന്നു മീനവിടെ അതും പോയി. പറഞ്ഞ് കീറിയാണ് പോയത്. പണി നോക്കാം. നൂല് കീറിപ്പോയതാണ്, നേല് കീറിപ്പോയത്. ആണോ? നേല് കീറിപ്പോയ പൊളന്ന് കീറിപ്പോയത്. ഇതിൻ്റെ അടിയിലേക്കാണ്. ഓ അത് കയറി. കൊണ്ട് മുതുകത്ത കൊണ്ടാക്കണം, പക്ഷെ അത് പൊട്ടിപ്പോകും കേട്ടത്. അയ്യോടാ ഇറങ്ങാം ചുറ്റിപ്പോയി. ഇറങ്ങാം. വലിക്കണ്ട ഇത് പിടി. കിടപ്പുണ്ട്, കുഴപ്പമില്ല. അവൻ്റെ ഇത് ടൈറ്റ് ചെയ്ത് പിടിച്ചോട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ അതെ പ്രദീപ് മച്ചാൻ ഇറങ്ങാൻ പോകണം. നമ്മുടെ അടുത്ത മീനും കുരുങ്ങിയിരിക്കുവാണ്. 2 എണ്ണം മിസ്സായത് കാരണം ഞാൻ 3ാമത്തേനെ മിസ്സാക്കാണ്ട് ഇറക്കണം. നമുക്ക് ഏറ്റണം. നമുക്ക് ആകെ നമുക്ക് കിട്ടിയത് ഒരേ ഒരു കരിമീൻ. അപ്പോൾ അതെ ആ മീനോടെ ചുറ്റി ഇതേ കിടക്കണണ്ട. ഈ കണ്ടലിൻ്റെ സൈഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും ഇതാണ്. മീൻ അടിച്ചതിനെ ചുറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പണിയാണ്. കണ്ടലുള്ള കാരണം പിന്നെ നമുക്ക് അതിൽ കൂടെ തന്നെ വെള്ളത്തിൽ ഇറങ്ങാണ്ട് നമുക്ക് എടുക്കാം കേട്ടോ. നല്ലോണം ചുറ്റിട്ടുണ്ടോ പ്രതി? താഴത്ത് ഇറങ്ങേണ്ടി വരുമോ? നോക്കണേ. നല്ല ബലമുള്ള എന്തെങ്കിലും പിടിച്ചോ. അതിൽ പിടിച്ചോ, അത് വേണമെങ്കിൽ വലിച്ചങ്ങോട്ട് നിൽക്കൂ. അതാ ബലമില്ലാത്തതിൽ ചവിട്ടി, ആ താഴത്തതിൽ ചവിട്ടിക്ക് വെച്ചിട്ട് അപ്പുറത്തേക്ക് മാറ്റി. അതിൽ ചവിട്ടിക്കും, അപ്പുറത്ത് ആ വലുതിൽ. അത് അതിൽ ചവിട്ടിക്കാം, അതിൽ ചവിട്ടിയാൽ മതി മെയിനായിട്ട്. അത് തന്നെ ഓക്കെ. ലോക്കൊന്ന് റിലീസ് ചെയ്തേക്കട്ടെ. മീൻ മാത്രം പോന്നിട്ടുള്ളൂ അല്ലേ? ലോക്ക് അയ്യോ ലോക്ക് ഇടാൻ പറ്റിയില്ല, ഫോണിന് ചെയ്യാൻ പറ്റില്ല നമുക്ക്. താഴ്ചയില്ലേ? ചുറ്റണം ഞാൻ നൂല് കട്ട് ചെയ്യണം കേട്ടോ. ശരിക്കും ഒരു കെട്ട് വീണിട്ടുണ്ട്. ആ കെട്ട് വീണാക്കണത് അഴിക്കാണ്ട് നമുക്ക് ഡാട്ടും അഴിക്കാൻ പറ്റില്ല, മീനും എടുക്കാൻ പറ്റില്ല. മീനും നൂലും തമ്മിൽ കെട്ടായിപ്പോട്ടെ ശരിക്കും. ഓക്കെ, നമുക്ക് മീനൊക്കെ കരയിൽ വന്നിട്ട് കാണിച്ചു തരാം. ആ മീനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേ. മീനൊന്ന് കാണിച്ചു മതി. കണ്ട കരിമീൻ ഉള്ളം കൈ തന്നെ ഇരിപ്പുണ്ട്. ചെറിയൊരു സൈസ് കരിമീനായിരുന്നു. വില കുഴപ്പമില്ല, 100 ഗ്രാം വരും അല്ലേ? 100 ഗ്രാം തന്നെ സൈസ് ഒരു കരിമീനാണ്. പ്രദീപ് മച്ചാൻ അവിടെ നിന്ന് കയറി വരുന്നല്ലോ കേട്ടതെ. നമുക്ക് ആ മീനതേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ മീൻ അടിച്ച് നമ്മുടെ കുടുക്കിക്കളഞ്ഞ മീൻ. നമ്മളെ പ്രദീപ് മച്ചാൻ അവിടെ നിന്ന് കയറി വന്നിട്ടുണ്ട്. നമ്മൾ ഫിഷിങ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ കണ്ടലിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ഉള്ളിൽ വരെ പോയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ കരിമീൻ പിടിക്കാനും ഓരോ സ്ഥലത്ത് ഫിഷിങ്ങിനൊക്കെ പോകുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ച് വരുമ്പോഴുള്ള ഈ വീഡിയോ കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലായിരുന്നു. പ്രദീപ് മച്ചാൻ ഞാൻ ഇവിടെ നിന്ന് കരയിൽ കയറുന്നത് വരെയുള്ള വീഡിയോ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നമ്മൾ കിറ്റിനകത്ത് മീൻ വെച്ചിട്ടുണ്ട്, അത് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീനെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ നിന്ന് പതിയെയാണ് ശരിക്കും പറയുന്നത്. ഇച്ചിരി സ്പീഡാക്കി ഞാൻ കാണിക്കുവാണ്. അപ്പോൾ കുഞ്ഞു നിൽക്കുന്ന സ്പോട്ടിൽ വന്ന് ഇറങ്ങുന്നത് വരെ പ്രദീപ് മച്ചാൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോരുന്ന വഴി ബാക്കിയുള്ള സ്പോട്ടിലൊക്കെ നമ്മൾ ഫിഷിങ് ചെയ്യുന്നത് കൂടെ നമുക്ക് കാണാം. അടിയിൽ കൂടെ ഒരു കറുത്ത ചെറുതായ കണ്ടാൽ അമ്പ് വെള്ളത്തിന് അടിയിരിക്കണേ. അമ്പ് വെള്ളത്തിന് അടിയിരിക്കുക. അമ്പ് ഇപ്പോഴാണ് ഉരി കേട്ടോ. അപ്പോൾ ഉരിക്കപ്പോൾ അമ്പും വലിക്കുന്നുണ്ട്. അടിപൊളി. ചെറുതായിരുന്നു. ഇവിടെയാണ് കൊണ്ട് അതെന്താ ഫാസ്റ്റ് എന്ത് ഓട്ടമായിരുന്നു. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടോ വീഡിയോ. കാരണം നിർത്ത് കൈയിട്ട് കടിച്ചാ എനിക്ക് വേണം മീന. പിടിച്ചോ കടച്ചു പോകരുത്. പിടിച്ചാ പതിയെ പിടി നന്നായിട്ട് കാണിച്ചു കൊടുത്ത മീന്. എന്ത് മീനാണത്? തിലോപ്പി കരിമീനാണ്. എന്നെല്ലാവരും പറയാം ഗേസ് കരിമീനാണെന്ന് പറയാം. എത്ര ഉണ്ട്? 1 കിലോ?
1 കിലോ ഉണ്ടാ? ആ 1 കിലോ ഉള്ള കരിമീൻ ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇതിലേക്കോട്ടോ, കിറ്റിലിടും. ഇതിലേക്കോട്ടോ, ഇതിലേക്കോട്ടോ. അടിപൊളി. കിട്ടിയാലും കാര്യം ഇതാന്ന് തോന്നല്ലേ? പുല്ലിന്റെ അരികിൽ കരയാ പുല്ലാണെന്ന് നോക്കണം. അരികിലൊക്കെ ചെല്ലാം. അങ്ങനെ ചവിട്ടി നോക്കിട്ട് വേണം ചെല്ലാം. കഴിക്കും. അപ്പൊ മീനെ റിലീസ് ചെയ്യുവാണ് കേട്ടത്. ചത്തിട്ടില്ല, അത് ഒഴുക്കിന് പോണത് കുറച്ചു നേരം വല വീശിയിട്ട മീനാണ് കേട്ടോ. എടുത്ത് വീട്. അടുത്ത മീൻ എന്ത് സാധനമാണത്? എന്ത് കണ്ണിയാ? വെള്ളക്കണ്ണിയാണ്, പാലാങ്കണ്ണി. ആ അവര് ഇനിയുണ്ട്. പതിവ് വെള്ളത്തിൽ വെച്ച് കൊടുത്ത് എൻ്റെ വാല പിടിച്ചിട്ട് അത് പൊക്കോളും. ചത്തിട്ടില്ലത്. അത് ചത്തത്. അത് ചത്തണോ? അത് ചത്തുപോയി. വല വീശിട്ടിട്ട് ചത്ത് തന്നെയാണ്. ആ ചാകത്തിന് എടുത്തിട്ട് ആ ജീവനുള്ളതിന്. ആ വലുതിന്. ആ കുറച്ചു നേരം കഴിയുമ്പോ പോകും. അത് ഉഷാറാവും. ആ വലുത് ഉഷാറായി. അത് പോവില്ലേ? ചാടി 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 ഇല്ല ഓടിപ്പോണം. വലിയ റെഡിയായത്. അവൻ റെഡിയായി കേട്ടാ. അവൻ ഉഷാറായി. ഇതില് ചാടി ചാടി വന്നിട്ട് കണ്ട. ഈ ഒരു സ്പോട്ടപ്പിൽ അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം നമുക്കിത് ഇവിടെ ഇപ്പം തന്നെ അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. അടിവരെയൊക്കെ മീൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം തന്നെ മീൻ ചിലപ്പോൾ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. കണ്ടലിനകത്തൊക്കെ കണ്ടലിനകത്തൊക്കെ മീൻ കയറി നിൽക്കും. അപ്പോൾ നമ്മൾ അനക്കം തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിസിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ തന്നെ സാധനം ഇവിടെ ഓടിയെത്തും. ഒരുത്തം വന്നിട്ടുണ്ട്. പക്ഷെ അവന് അണ്ടർ വാട്ടറാണ്. നല്ല ഡീപ്പിലാണ് നിൽക്കുന്നത്. അങ്ങനെ അടിച്ച് കയറ്റണം ഇച്ചിരി പണിയുള്ളൂ. നേർക്ക് നേരെ നോക്കി നിൽക്കണമെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അയ്യോ കൊണ്ട് കേട്ടോ. നേർക്ക് നേരെ നോക്കിയെന്ന് വെച്ചാൽ അവനാണ്. എന്നിട്ടും എന്തോ ഭാഗ്യം കൊണ്ട് കൊണ്ടതാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. നേർക്ക് അവൻ അടിച്ചിങ്ങനെ ചരിഞ്ഞ് കേട്ടോ. ചരിഞ്ഞപ്പോൾ കിട്ടിയതാണ്. അമ്മോ മുട്ട സാധനം കേട്ടോ. ഒന്നും പറയല്ലേ. നമ്മുടെ ഡാർട്ട് കണ്ടില്ല. നൈസ് ഇതേ നോക്കി. നമ്മുടെ ആ ഡാർട്ട് തന്നെ കണ്ട. പക്ഷെ തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടി കൊണ്ടുവന്ന് വെച്ച് തോന്നുന്നത്. ഇത് കണ്ട കറക്റ്റായിട്ട് ഇതേ ഈ ഒരു ഭാഗത്ത് കൊണ്ടിട്ട് ശരിക്കും ചോടി കാരണം ഇച്ചിരി കീറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ അവിടെ ഇപ്പുറത്തൂടെയാണ് പാസ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ക്ലിയർ ഷൂട്ട് വന്നിട്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നേർക്ക് നേരെ നോക്കിയിരിക്കുന്നത് ഇച്ചിരി ഡീപ്പിലായിരുന്നേ. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഡാർട്ട് എത്തും മുമ്പ് തിരിഞ്ഞിട്ടുണ്ട്. ആ തിരിഞ്ഞ സമയത്താണ് അവൻ്റെ സൈഡിൽ കൂടി പാസ് ചെയ്ത് കയറിയിരിക്കുന്നത്. കറക്റ്റായിട്ട് മുഖത്തിനാണ് ഞാൻ ഷൂട്ട് ചെയ്തത് കണ്ട. അത്യാവശ്യം ഒരു 1/4 കിലോ സൈസൊക്കെ വരും കേട്ടോ. 1/4 കിലോ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഒരു 200 ഗ്രാമൊക്കെ മാക്സിമം കാണും. അത്രയുള്ളൊരു കരിമീൻ. കാരണം അത് നമ്മുടെ കൈപ്പത്തിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ കണ്ട. ഇപ്പോൾ ഗ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൈ അറിയാൻ പറ്റും. കണ്ട കൈപ്പത്തിൽ വെച്ചിട്ട് കൈപ്പത്തി ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇത്രയും നീളമുണ്ട് കണ്ട. അത്യാവശ്യം നല്ല കൊള്ളാവുന്നൊരു കരിമീന. അടിപൊളി. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം കേട്ടോ. മരത്തിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. നല്ല വ്യൂസ്. കാറ്റായിപ്പോട്ടെ. ശരിക്കും നല്ല കാറ്റുണ്ട്. കാണുന്നില്ല. അതുകൊണ്ട് ഒരു കിള വരുന്നുണ്ട് കേട്ടോ കരിമീൻ. എൻ്റെ അമ്മോ മോനെ സൂപ്പർ സാധനം ഉണ്ട് അതിനകത്ത്. വരുന്നുണ്ട്. അവരെ കളിച്ച് അരിയെ കൂടി ഇങ്ങോട്ടാണ് കേട്ടോ വരുന്നത്. അതിൽ വലുത് ഏതാണെന്ന് നോക്കിയിട്ട് ഷൂട്ട് ചെയ്യാം നമുക്ക്. ഒരെണ്ണത്തിനിട്ട് കൊണ്ടു. എൻ്റെ അമ്മ അത്ര ലോങ്. എൻ്റെ അമ്മോ പോത്ത് കണ്ട. വല്ല ലോങ് വലിച്ചിട്ട് ഓടി. ഇച്ചിരി ടൈം കിട്ടിയതിൽ 20 മീറ്റർ. അയ്യോടാ ഇല്ല പോയിട്ടില്ല കേട്ടോ. ഞാനത് പോയെന്നാണ് ഓർത്തത് കേട്ടോ. ഇങ്ങോട്ട് ഓടിയതായിരുന്നു. അവൻ്റെ ആ സൈഡിലൊക്കെ ചരിഞ്ഞ് കാട്ടി പോകുമ്പോൾ നമുക്ക് വലിച്ച് കയറ്റണം അവനെ. അയ്യോ ഉടക്കല്ലേ ചുള്ളിക്കൊമ്പ്. ജസ്റ്റ് മിസ്സിന് കയറിപ്പോന്ന്. എൻ്റെ പൊന്നും അത്ര ലോങ്ങിൽ കരിമീനെ ഷൂട്ട് ചെയ്തതാണ്. എൻ്റെ അമ്മ ദേ ആ കണ്ടൽക്കാലി. ചുറ്റല്ലേ ഒരിടത്തും ചുറ്റല്ലേ. നമ്മൾ ലോങ് ഷൂട്ടായിരുന്നു കേട്ടോ. നല്ലതേ. ഇവിടെ നിന്ന് തന്നെ എന്തോരം ലോങ് ഉണ്ടോ നോക്കിക്കണ്ടേ. ഏകദേശം ഒരു 15 മീറ്റർ ലോങ്ങിലെങ്കിൽ ഇതേ അടിച്ച സാധനത്തിനൊക്കെ അത്ര ലോങ്ങിൽ നമ്മളിതേ താഴെ നിന്ന് ചെളിയിൽ കൊത്തി വന്ന കരിമീത്തിനാണ് നമ്മൾ അടിച്ചത് കണ്ട. എത്ര ലോങ് ഡിസ്റ്റൻസിനാണ് ഷൂട്ട് ചെയ്ത് നോക്കി. അത് നമ്മുടെ ഡീപ്പ് ഡാർട്ടിൻ്റെ
ഫോഴ്സ് കണ്ട അടിപൊളി. അതും നോക്കിക്കണ്ടേ ദൈവമേ. അതെ ഇതിലൂടെ കയറിയിട്ട് ചേക്കളയുടെ സൈഡിൽ കൂടി തന്നെയാണ് കേട്ടോ റിട്ടേൺ പോകുന്നിരിക്കുന്നത്. ഇത് കണ്ട ഇത്തരം ഭാഗത്ത് മാത്രമേ ഉള്ളൂ കയറിയിട്ടുള്ളൂ. കാരണം അടി കൊണ്ടപ്പോൾ തന്നെ തിരിഞ്ഞത് കൊണ്ടായിരിക്കണം. കണ്ട ഇവിടെ കയറിയിട്ട് ഈ ചെകളുടെ അകത്തുകൂടി പുറത്തോട്ട് പോകുന്നേക്കുന്നുണ്ട് അകത്ത്. ഓക്കെ അടിപൊളി ചെകളൻ ഷൂട്ട്. ഓക്കെ ഗുഡ് ഷൂട്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്ര ലോങ്ങിൽ താഴെ നിന്ന മീനാണ് നമ്മളെ ഷൂട്ട് ചെയ്തത്. ഈ ഡാർട്ടിൻ്റെ പെർഫോമൻസാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡാർട്ട് നല്ല അടിപൊളി ഡാർട്ടാണ്, ഒന്നും ഒരു രക്ഷയില്ല. ഇപ്പം നമ്മൾ നേരത്തെ മാജിക് ഡാർട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് റെഡ്. പക്ഷേ ഇപ്പം ഇതിൽ മീൻ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ഡാർട്ടൊന്ന് മാറ്റി പിടിച്ച് നോക്കണം. കാരണം ഇതിലാ ലോക്ക് പിന്നെ ശരിക്കും വേണ്ട. ലോക്ക് പിന്നെ മാറ്റിയിട്ട് നല്ല അടിപൊളി ഡീപ്പും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ലോങ്ങും കിട്ടുന്നുണ്ട്. അത്യാവശ്യം മീനെ പാസ് ചെയ്തെല്ലാം മീനും അടിക്കണ പാസ് ചെയ്ത് അപ്പുറം പോകുന്നുണ്ട് കൂടുതലും. അതുകൊണ്ട് തന്നെ നമുക്ക് ഊരി പോകാണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ എൻഡ് ചെറിയൊരു പ്രശ്നമുണ്ട്. കൂടുതൽ ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ എൻഡ് വശം കണ്ട ചെറിയൊരു വണ്ണം കുറഞ്ഞൊരു ഭാഗമുണ്ട്. ഇവിടെ ഇത്ര തടിപ്പ് വന്നിട്ട് ഒരു വണ്ണം കുറഞ്ഞ ഭാഗമുണ്ട്. അത് ആ അടിച്ച് മീനിൻ്റെ പാസ് ചെയ്ത് മേത്തൂടെ പോയ ഭാഗത്തോട്ട് വന്ന് തറഞ്ഞ് കഴിയുമ്പോൾ റിട്ടേൺ ചിലത് നല്ല ഫൈറ്റ് ചെയ്യുമ്പോൾ മാത്രം ഊരി പോകാറുണ്ട്. എന്തായാലും എൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 150 ഗ്രാം സൈസ് നല്ല അടിപൊളി യെല്ലോ ഷെയ്ഡ് കരിയും കേട്ടോ. അത്ര ലോങ് എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഗ്രീൻ ആയിരുന്നു. ഇത് മാത്രം നല്ല യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇവനെ മാത്രം നല്ല കേച്ചിങ് ഉണ്ടായിരുന്നു. കാരണം ഇവനെ ഞാൻ ആദ്യം നോക്കിയാൽ വെച്ച് ഷൂട്ട് ചെയ്തത്. ഓക്കെ അപ്പോൾ ഇവരെ നമുക്ക് അങ്ങോട്ട് ഇട്ട് വെച്ചാൽ കേട്ടോ. ഓക്കെ അപ്പോൾ മച്ചാൻ നമ്മൾ ഫിഷിങ് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. കാരണം അത്യാവശ്യം നമുക്ക് നല്ലോണം മീൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴേ ലാസ്റ്റ് നമുക്ക് കിട്ടിയ മീനാണ്. ഇപ്പോഴേ നമുക്ക് ഷൂട്ട് കിട്ടിയ 2 കരിമീനും അതിലൊരു തിലോപ്പിയുടെ ഷൂട്ടൊന്നും കിട്ടിയിട്ടില്ല. കരിമീനിൻ്റെ മാത്രം നമ്മൾ ഷൂട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ അതായത് നമുക്ക് കിട്ടി മീൻ കുറച്ചുകൂടി ഇരിപ്പുണ്ട്. കുറച്ച് ആദ്യം നമ്മൾ വന്നപ്പോൾ തന്നെ ഷൂട്ട് ചെയ്ത കുറച്ച് മീനോട് ഇരിപ്പുണ്ട്. അത് സ്ലിംഗ് ഷൂട്ടിൽ തന്നെ അടിച്ച മീനാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ എടുത്തില്ല. ആ മീനും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ ഇത്തരം മീൻ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്ത മീനാണത്. ഈ തിലോപ്പിയൊക്കെ ഇത് അടി കൊണ്ട് പാട് നമുക്ക് കാണാം അതിനകത്ത്. കണ്ടോ കരിമീൻ ഇത് 1 2 തിലോപ്പി 3 തിലോപ്പി 4 തിലോപ്പി. പിന്നെ ഒരു ചെറിയൊരു ഞണ്ട് കൂട്ടുന്നുണ്ട്. കുഞ്ഞൂസ് കണ്ടു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം ഈ ഞണ്ടിന് നമ്മൾ എടുത്തതാണ്. ഇത്തരം മീനാണ് നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം വലിയ ഷൂട്ടും കാര്യങ്ങളില്ല. നമ്മൾ കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. നമ്മുടെ പ്രദീപച്ചാൻ കൂട്ടത്തില്ലാത്ത കാരണം ഹെഡ് മൗണ്ട് വെച്ച് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം വെയിലുള്ളത് കാരണം നമ്മുടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ വെയിലടിക്കുമ്പോഴുണ്ട് ഇതിനകത്ത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓണായി വരും. അത് കാരണം നമുക്ക് വെയിലത്ത് നമുക്ക് ഹെഡ് മൗണ്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. തണലത്ത് വന്നതിന് ശേഷം മാത്രം 2 മീൻ അടിക്കണം മാത്രമേ നമ്മളിപ്പോൾ വീഡിയോയിൽ എടുത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ ഇത്രയും മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ ഫിഷിങ് ചെയ്യണ വീഡിയോയും ഇന്നത്തെ 2 കരിമീൻ അടിക്കുന്ന വീഡിയോയും കൂടി ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്ലോഡിങ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.